എന്തായാലും ജയിലിനകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങൾ വളരെ തെറ്റായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ കമ്പിയൊക്കെ മുറിക്കാൻ കുറെ ദിവസങ്ങൾ വേണം, മുറിക്കണമെങ്കിൽ ആക്സോ ബ്ലേഡ് വേണം, അപ്പോൾ ആക്സോ ബ്ലേഡ് കിട്ടണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി പല ദിവസങ്ങൾ കൊണ്ടാണ് കമ്പി മുറിക്കാൻ. ഏതായാലും ഈ കണ്ണൂർ ജയിൽ എന്ന് വെച്ചാൽ അവിടുത്തെ സൂപ്രണ്ടിനും വാസ്തവത്തിൽ അവർ വലിയ കൺട്രോളൊന്നുമില്ല. അവിടുത്തെ കൺട്രോൾ ഉള്ള ആൾക്കാർ വേറെ ആൾക്കാരാണ് ഇപ്പോഴും പ്രത്യേകിച്ചും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കൺട്രോൾ എല്ലാം മാറ്റി അവിടെ ഉണ്ടായിരുന്ന പലരെയും ഞാൻ മറ്റ് ജയിലുകളിലൊക്കെ ആക്കി, വിയ്യൂരും അതുപോലെ തിരുവനന്തപുരത്തൊക്കെ ആക്കി അവിടെ കൺട്രോൾ. ഇപ്പൊ എനിക്ക് അവിടെയുള്ള ഒരു ജയിൽ ഉപദേശക സമിതി അംഗമായിരിക്കണം അവിടെ ജയിലിന്റെ ഭരണം നടത്തുന്നത്. ആളുടെ പേര് ഞാൻ പറയാം. പക്ഷെ ഇതിൽ തീർച്ചയായിട്ടും വളരെ ലാഘവത്വത്തോടുകൂടി, കാരണം ഇയാൾ ഇട്ടിരിക്കുന്ന ആ ഭാഗത്ത് ക്യാമറ ഉണ്ടാകേണ്ടതാണ്. ക്യാമറ ഉണ്ടാകുന്നത് മാത്രമല്ല, ഇതുപോലുള്ള കമ്പികളൊക്കെ ചെക്ക് ചെയ്യണോ, അത് മുറിക്കപ്പെടുന്നുണ്ടോ അല്ലെ വളയ്ക്കപ്പെടുന്നുണ്ടോ ചെയ്യണമെന്നൊക്കെ നിർദ്ദേശങ്ങളുള്ളതാണ്. അപ്പൊ അതെല്ലാം അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കൂട്ടുനിന്നുകൊണ്ട് ആയിരിക്കണം ഇയാൾക്ക് പുറത്തുചാടാൻ സാധിച്ചത്. എന്തായാലും കുറെ നാളത്തെ പരിശ്രമമുണ്ട്. തടിയൊക്കെ കുറഞ്ഞു. ഞാൻ കാണുന്ന സമയത്ത് നല്ല തടിയനായിരുന്നു. ഇപ്പൊ അതിന്റെ പകുതി തടിയെ കാണുന്നുള്ളൂ. പകുതി തടി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വളരെ പ്ലാൻ ചെയ്ത് അതുപോലെ താടിയൊക്കെ വെച്ച് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ചെറുതായിട്ട് മുഖമൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കൈ പക്ഷേ നമുക്ക് പെട്ടെന്ന്. ശരി, ശ്രീ ടി പി സെൻകുമാർ, ഇതിപ്പോൾ ആസൂത്രിതമായിരുന്നു ഈ ജയിൽചാട്ടം എന്നൊക്കെ പോലീസ് മേധാവിമാർ പറയുമ്പോൾ, അങ്ങനെ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഈ ശരീരപ്രകൃതം മാറുന്നു, സ്വാഭാവികമായി ജയിൽ ആസൂത്രിതമായി ഒരാൾ ഇടുന്ന സെല്ലിലെ കമ്പികള് എല്ലാ ദിവസവും ചെക്ക് ചെയ്യണമെന്നുണ്ട്. അത് വൈകിട്ട് അവരതിന് ഉള്ളിലാക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും അതൊന്നും ചെക്ക് ചെയ്യണമെന്നുണ്ട്. അത് ചെക്ക് ചെയ്യണമെങ്കിൽ തന്നെ അറിയാം അത് മുറിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ എവിടുന്ന് ആക്സോ ബ്ലേഡ് കിട്ടിയെന്നുള്ളത് ഭയങ്കര ഇതാണ്. കാരണം ഈ ഡെയിലി വേജസുകാരോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകാരോ അങ്ങനെയുള്ളവരോ അല്ലെങ്കിൽ ഈവൻ അതർ ജയിൽ സ്റ്റാഫ് ക്യാൻ ഗിവ്. കാരണം അവിടെയെല്ലാം ഇഷ്ടംപോലെ മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു എന്താ സിസ്റ്റമിക് ഫെയിലിയർ ഉള്ള നടന്നിരിക്കുന്ന കാര്യം. നമസ്കാരം. വർഷങ്ങൾക്ക് മുൻപ് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ സൗമ്യ എന്ന് പറഞ്ഞ ഒരു പാവം പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു കൊലപാതകിയുണ്ടായിരുന്നു. ചാർലി തോമസ് എന്ന പേരിൽ ഗോവിന്ദച്ചാമി എന്നറിയപ്പെട്ടിരുന്ന ഒരു കൊടും കുറ്റവാളി. അയാളെ പിന്നീട് കോടതി ശിക്ഷിക്കുന്നു, കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നു. എന്നാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയ ഗോവിന്ദച്ചാമി ഇന്നലെ തടവ് ചാടിയ വാർത്തയാണ് നാം കേട്ടറിഞ്ഞത്. എങ്ങനെയാണ് ഇത്രത്തോളം സുരക്ഷാ സന്നാഹങ്ങളുള്ള ഒരു ജയിലിൽ നിന്നും ഒറ്റക്കയ്യനായ ഒരു കൊടും കുറ്റവാളി ചാടി രക്ഷപ്പെടുന്നത് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ഗോവിന്ദച്ചാമിക്ക് ഒത്താശയുണ്ടായിട്ടുണ്ട്. ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ജയിൽ സുരക്ഷയിൽ കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒറ്റക്കൈ മാത്രമുള്ള ഒരാൾ ജയിലിൻ്റെ ഉയർന്ന മതിൽ ചാടി, ഏതാണ്ട് 18 അടി പൊക്കമുള്ള മതിൽ എങ്ങനെയാണ് ചാടിക്കടന്ന് പോരുക? മാത്രമല്ല, ഈ ജയിലിൻ്റെ സുരക്ഷാ മതിലിന് മുകളിലൂടെ പോകുന്ന ഫെൻസിങ് മുള്ളുവേലിയിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ കുറേ നാളുകളായി ഈ ഫെൻസിങ്ങിൽ വൈദ്യുതി പ്രവാഹമില്ല. CCTV ഇല്ലാത്ത പരിസരം നോക്കിയാണ് ഗോവിന്ദച്ചാമി ചാടിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. കഴുകാനുള്ള വസ്ത്രങ്ങളിൽ നിന്നും കിട്ടിയ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടിയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ തിരക്കഥയ്ക്ക് പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൃത്യമായ സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല. മാത്രമല്ല, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മറികടന്നുകൊണ്ടുള്ള ഭരണ സംവിധാനങ്ങളാണ് അവിടെ ജയിൽ സുരക്ഷാ സമിതിക്കുള്ളത് എന്നാണ് മുൻ DGP ആയ TP സെൻകുമാർ ഇപ്പോൾ പറഞ്ഞത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് TP സെൻകുമാർ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരല്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാര്യങ്ങൾ നടത്തുന്നത്. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ അവർക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ തന്നെ ജയിൽ സുരക്ഷ ഭരണ ചുമതലയുള്ള ആളുകളാണ് അവിടെ കാര്യങ്ങൾ നീക്കുന്നത്. സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ജയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നോക്കുകുത്തികളായാണ് അവിടെ കഴിയുന്നത് എന്നാണ് സെൻകുമാർ പറയുന്നത്. കൊടും ക്രിമിനലുകൾ
കണ്ണൂർ സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ച് നാളുകൾക്ക് മുൻപ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ പുറമെ സ്വർണം പൊട്ടിക്കൽ കേസുകൾ അവിടെ നിന്നും കൊടും കുറ്റവാളികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിരുന്നു. ഇന്നിപ്പോൾ കൊടും കുറ്റവാളിയായ ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളുള്ള ഒരു ജയിലിൽ നിന്ന് എങ്ങനെ പുറത്തു ചാടി? ഇയാളെ ഇട്ടിരിക്കുന്ന സെല്ലിൻ്റെ കമ്പികൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഇയാൾ എങ്ങനെ മുറിച്ചു? ആക്സോ ബ്ലേഡ് എവിടെ നിന്ന് കിട്ടി? എല്ലാ ദിവസവും കൃത്യമായി സെല്ലിലേക്ക് തടവുകാരെ കയറ്റുന്നതിന് മുമ്പ് ഈ സെല്ലിലെ അഴികളെല്ലാം സുരക്ഷിതമാണോ, ഇത് മുറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ, മുറിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനകൾ കൃത്യമായി നടത്തണം എന്നാണ് ജയിൽ മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ടി പി സെൻകുമാർ പറയുമ്പോൾ ഇവിടെ എവിടെയാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. കൃത്യമായും സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു. ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടുന്നതിന് വേണ്ടി ആരൊക്കെയോ ഗോവിന്ദച്ചാമിയെ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ടി പി സെൻകുമാറിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കണ്ണൂർ നിവാസികളായ തളാപ്പ് നിവാസികളായ ആളുകളുടെ സമയോചിതമായ ഇടപെടൽ മൂലം ഗോവിന്ദച്ചാമിയെ പിടിക്കാൻ കഴിഞ്ഞു. അത് പോലീസിൻ്റെ ഒരു ക്രെഡിറ്റായി കണക്കാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇയാൾ ജയിൽ ചാടി, ബലാത്സംഗ വീരനായ ഗോവിന്ദച്ചാമി ജയിൽ ചാടി, അതിനോടകം തന്നെ പല കുറ്റകൃത്യങ്ങളും നടക്കേണ്ടതായിരുന്നു. എന്നാൽ കൃത്യമായി തന്നെ ഇയാളെ ഒരു സമയബന്ധിതമായി കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ വലിയ കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളതിൽ സമാധാനിക്കാം. എന്നാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കൊടും കുറ്റവാളികൾ ഇതുപോലെ ഇനിയും പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമിക്ക് പുറത്തു വരാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും ആരോഗ്യവാന്മാരായ മറ്റു അംഗവൈകല്യങ്ങളില്ലാത്ത കൊടും കുറ്റവാളികൾക്ക് ഇതൊരു പ്രചോദനമായി മാറും എന്ന് തന്നെയാണ് ടി പി സെൻകുമാർ പറയുന്നത്. ടി പി സെൻകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എന്തായാലും അധികം ദൂരം പോകാൻ പറ്റില്ല എന്ന് കാലത്ത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അയാളെ ശരിക്കും അറിയുന്നതാണ്, ഒരു കൈ മാത്രമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്തായാലും ജയിലിനകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങള് വളരെ തെറ്റായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ കമ്പിയൊക്കെ മുറിക്കാൻ കുറെ ദിവസങ്ങൾ വേണം, മുറിക്കണമെങ്കിൽ ആക്സോ ബ്ലേഡ് വേണം, അപ്പോൾ ആക്സോ ബ്ലേഡ് കിട്ടണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി പല ദിവസങ്ങൾ കൊണ്ടാണ് കമ്പി മുറിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതിനൊക്കെ നിർദ്ദേശങ്ങൾ ഉള്ളതാണ്. അപ്പൊ ആ ജയിലിലൊക്കെ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം ഞാൻ ഇന്റലിജൻസിലായിരിക്കുമ്പോഴാണ് അദ്ദേഹം അന്നത്തെ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബിന് ആക്സിഡന്റിൽ പരിക്ക് പറ്റിയോണ്ട് പകരം കണ്ണൂരുണ്ടായിരുന്ന എന്നെ കൂടി കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് ഇയാൾ ക്യൂവിൽ നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഭക്ഷണം വാങ്ങാനുള്ള ക്യൂവിലായിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും ഈ കണ്ണൂർ ജയിൽ എന്ന് വെച്ചാൽ അവിടുത്തെ സൂപ്രണ്ടിനും വാസ്തവത്തിൽ അവർ വലിയ കൺട്രോളൊന്നുമില്ല. അവിടുത്തെ കൺട്രോൾ ഉള്ള ആൾക്കാർ വേറെ ആൾക്കാരാണ് ഇപ്പോഴും പ്രത്യേകിച്ചും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കൺട്രോൾ എല്ലാം മാറ്റി അവിടെ ഉണ്ടായിരുന്ന പലരെയും ഞാൻ മറ്റ് ജയിലുകളിലൊക്കെ ആക്കി, വിയ്യൂരും അതുപോലെ തിരുവനന്തപുരത്തൊക്കെ ആക്കി അവിടെ കൺട്രോൾ. ഇപ്പൊ എനിക്ക് അവിടെയുള്ള ഒരു ജയിൽ ഉപദേശക സമിതി അംഗമായിരിക്കണം അവിടെ ജയിലിന്റെ ഭരണം നടത്തുന്നത്. ആളുടെ പേര് ഞാൻ പറയില്ല. അതുകൊണ്ട് പിന്നെ അവിടെ അല്ല, ജയിൽ ഉപദേശക സമിതിയിലെ അംഗങ്ങളെയൊക്കെ സംബന്ധിച്ച് ആ പേരുകളൊക്കെ നേരത്തെ തന്നെ വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളതാണല്ലോ ശ്രീ സെൻകുമാർ. അല്ല, അതിലൊരു പർട്ടിക്കുലർ കക്ഷിയുണ്ട് ആ ജയിൽ ഉപദേശക സമിതിയിൽ വർഷങ്ങളായിട്ടുള്ള ഒരു കക്ഷിയുണ്ട്, CPM നേതാവ്. അതെ. അപ്പൊ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഈ ജയിലിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാല് കണ്ടമാനം, എനിക്ക് ഇപ്പോഴങ്ങനെയാണോന്ന് അറിയില്ല, ഈ ടെമ്പററി സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ഈ ടെമ്പററി സ്റ്റാഫ് കാരണം അവിടെ ജയിലിൽ ആവശ്യത്തിന് വാർഡന്മാരില്ല, അതാണ് സ്ഥിതി. അപ്പൊ അവിടെ പല ജയിലിലും ഞാൻ രാത്രിയൊക്കെ പോകുന്ന സമയത്ത് ഒരാളൊക്കെയാണ് ഉണ്ടാകാറ്. ഒരു ജയിൽ സ്റ്റാഫ് ഇത്രയധികം ആൾക്കാരും ഈ ചെറിയ സബ് ജയിലിലൊക്കെ നോക്കാനായിട്ട്. കാരണം സ്റ്റാഫ് വളരെ കുറവാണ്. അങ്ങനെ ഉള്ള സ്റ്റാഫുകളുടെ നല്ലൊരു ഭാഗം ഈ ഡെയിലി വേജസ് എന്ന പോലെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. സ്ഥിരം ജീവനക്കാർ വളരെ കുറവാണ്. പക്ഷെ ഇതിൽ തീർച്ചയായിട്ടും വളരെ ലാഘവത്വത്തോടുകൂടി, കാരണം ഇയാൾ ഇട്ടിരിക്കുന്ന ആ ഭാഗത്ത് ക്യാമറ ഉണ്ടാകേണ്ടതാണ്. ക്യാമറ ഉണ്ടാകുന്നത് മാത്രമല്ല, ഇതുപോലുള്ള കമ്പികളൊക്കെ ചെക്ക് ചെയ്യണോ, അത് മുറിക്കപ്പെടുന്നുണ്ടോ അല്ലെ വളയ്ക്കപ്പെടുന്നുണ്ടോ ചെയ്യണമെന്നൊക്കെ നിർദ്ദേശങ്ങളുള്ളതാണ്. അപ്പൊ അതെല്ലാം അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കൂട്ടുനിന്നുകൊണ്ട് ആയിരിക്കണം ഇയാൾക്ക് പുറത്തുചാടാൻ സാധിച്ചത്. എന്തായാലും കുറെ നാളത്തെ പരിശ്രമമുണ്ട്. തടിയൊക്കെ കുറഞ്ഞ് ഞാൻ കാണുന്ന സമയത്ത് നല്ല തടിയനായിരുന്നു. ഇപ്പൊ അതിന്റെ പകുതി തടിയെ കാണുന്നുള്ളൂ, പകുതി തടി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ
വളരെ പ്ലാൻ ചെയ്ത് അതുപോലെ താടിയൊക്കെ വെച്ച് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ചെറുതായിട്ട് മുഖമൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കൈ പക്ഷേ അതാണല്ലോ നമുക്ക് പെട്ടെന്ന്. ശരി, ശ്രീ ടി പി സെൻകുമാർ, ഇതിപ്പോൾ ആസൂത്രിതമായിരുന്നു ഈ ജയിൽചാട്ടം എന്നൊക്കെ പോലീസ് മേധാവിമാർ പറയുമ്പോൾ, അങ്ങനെ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഈ ശരീരപ്രകൃതം മാറുന്നു, സ്വാഭാവികമായി ജയിൽ ആസൂത്രിതമായി ഒരാൾ അങ്ങനെ ജയിൽ ചാടാൻ പദ്ധതിയിട്ടാൽ അതറിയാനുള്ള ഒരു സംവിധാനവും മെക്കാനിസവും ഒക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഒരു അസ്വാഭാവികത മനസ്സിലാകേണ്ടതല്ലേ? ജയിലുകാർക്ക് മനസ്സിലാവേണ്ടതാണ്. ഇവൻ സിക്സ് പാക്ക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ജയിലുകാർക്ക് മനസ്സിലാവേണ്ടതാണ് ഇവൻ എന്തോ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന്. അത് മാത്രമല്ല, ഈ ഇടുന്ന സെല്ലിലെ കമ്പികള് എല്ലാ ദിവസവും ചെക്ക് ചെയ്യണമെന്നുണ്ട്. അത് വൈകിട്ട് അവരതിന് ഉള്ളിലാക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും അതൊന്നും ചെക്ക് ചെയ്യണമെന്നുണ്ട്. അത് ചെക്ക് ചെയ്യണമെങ്കിൽ തന്നെ അറിയാം അത് മുറിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ എവിടുന്ന് ആക്സോ ബ്ലേഡ് കിട്ടിയെന്നുള്ളത് ഭയങ്കര ഇതാണ്. കാരണം ഈ ഡെയിലി വേജസുകാരോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകാരോ അങ്ങനെയുള്ളവരോ അല്ലെങ്കിൽ ഈവൻ അതർ ജയിൽ സ്റ്റാഫ് ക്യാൻ ഗിവ്. കാരണം അവിടെയെല്ലാം ഇഷ്ടംപോലെ മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു എന്താ സിസ്റ്റമിക് ഫെയിലിയർ ഉള്ള നടന്നിരിക്കുന്ന കാര്യം തീർച്ചയാണ്. ഒപ്പം ഇതാ ഈ ഗോവിന്ദചാമി പിടികൂടുമ്പോൾ ഗോവിന്ദചാമി ധരിച്ചിട്ടുള്ള വസ്ത്രം സംബന്ധിച്ച്, ഗോവിന്ദചാമിയുടെ താടി സംബന്ധിച്ചൊക്കെ വലിയ സംശയങ്ങൾ ഉയരുന്നുണ്ട്. എനിക്കും അതിനെക്കുറിച്ച് സാങ്കേതികമായി അറിയില്ല. ഇപ്പോൾ ഈ മതപരമായ സമയങ്ങളിലോ അല്ലെങ്കിൽ അത്തരം ആചാരത്തിൻ്റെയൊക്കെ ഭാഗമായൊക്കെ താടിയൊക്കെ വളർത്താൻ അനുവദിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയാണോ പ്രതികൾക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ലഭിക്കുമോ? അദ്ദേഹത്തിൻ്റെ വസ്ത്രം നോക്കിയാൽ അറിയാം, കറുത്ത പാൻ്റാണ്, താടി നന്നായി നീട്ടിയിട്ടുമൊക്കെ ഉണ്ട്. അല്ല, അവർക്ക് അങ്ങനത്തെ ഡ്രസ് ഇല്ല. അതായത് കൺവിക്റ്റ് ആയി വന്ന ജയിൽ ഡ്രസ്സേ പാടുള്ളൂ. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കേണ്ടതാണ്. ഈ താടി മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്താൻ സാധിക്കുമോ? സാധാരണ അവർക്ക് അവിടെ ബാർബർമാര് ക്ലിയർ ആക്കി കൊടുക്കുന്നതാണ്. പിന്നെ ഇനി ഇയാളുടെ മതപരമായിട്ട് ഇയാളൊരു ചാർലി തോമസ് ആണ്. ഇനി അവർക്ക് അതൊരു പ്രത്യേക സെക്റ്റാണ്, ഒരു സെക്റ്റിന്റെ ആൾക്കാരാണ് അവര്. കോയമ്പത്തൂരുള്ള ഒരു സെക്റ്റിന്റെ ആളാണ് അവര്. അത്തരം മതപരമായ ഇത് നേരത്തെ താങ്കളുടെ അറിവിൽ അവർക്ക് ലഭിച്ചിരുന്നോ? എന്റെ അറിവിലില്ല. ഞാൻ കാണുന്ന സമയത്തേക്ക് താടിയൊന്നുമില്ല. പുള്ളി ഈ പറയുന്ന ജയിൽ പുള്ളിയുടെ യഥാർത്ഥ പേര് ചാർലി അങ്ങനെയല്ലേ റെക്കോർഡിക്കലേ? അതെയോ? ചാർലി തോമസ്. ചാർലി തോമസ് എന്നല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവരുടെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ താടി വളർത്താൻ അതെനിക്കറിയില്ല, അതറിയില്ല. ശരി, എന്നാലും പ്രഥമ ദൃഷ്ടിയ ഇതിലൊക്കെ ചെറിയ പിഴവുകൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ? തീർച്ചയായിട്ടും. അതായത് ഒരു സംശയം കൂടി, അതായത് ഈ ജയിൽ അധികൃതരുടെ ഒന്നും ഒരു അറിവുമില്ലാതെയൊക്കെ ഇങ്ങനെ സാധിക്കുമോ എന്നുള്ളൊരു വലിയ സംശയം. അത് തന്നെ ഈ തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കേണ്ടതാണ്, നന്നായിട്ട് അന്വേഷിക്കേണ്ടതാണ്. ഈ അവിടുത്തെ ആ മതിലിന് മുകളിൽ ഫെൻസിങ്, അതിൽ ഇലക്ട്രിക് പ്രവാഹമുണ്ടോ? അതെന്താണെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതും മുടങ്ങിയിട്ടുണ്ടല്ലോ. അതിലെയാണല്ലോ ചാടി പുറത്തു വന്നത്. അതെ. എന്തായാലും കാര്യമായ മുറിവുകളൊന്നും ഈ പ്രഥമ ദൃഷ്ടിയെ നമുക്ക് കാണുന്നില്ല. അദ്ദേഹം ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ മുള്ളുവേലി പോലെയുള്ള ഒരു ഫെൻസിങ് അല്ലേ അത്? അതെ. അപ്പോൾ കൃത്യമായ ഒരു സ്ഥലം സ്പോട്ട് ചെയ്തിട്ടുണ്ടാകണം ഇതിനു മുമ്പല്ലേ? അങ്ങനെ വലിയ പരിക്കുകളില്ലാതെ എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് അതിൽ കറണ്ട് ഇല്ല എന്നാ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ക്യാമറകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. അല്ലെങ്കിൽ ക്യാമറ നോക്കാനായിട്ട് ഒരാൾ ഉണ്ടാകേണ്ടതാണ്. അതാണ് സാധാരണ ഇവരൊക്കെ ഒരു മോണിറ്ററിംഗ് നിരീക്ഷണ കണ്ണുകളിലല്ലേ ഉണ്ടാകേണ്ടത് സാർ? അതെ. കുറെ അധികം ഫെയിലിയേഴ്സ് ഉണ്ട്. അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇനി എന്തെല്ലാം അത് ഈ പർട്ടിക്കുലർ ജയിൽ ആയതാണോ? ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നത് തന്നെ ആയിരിക്കുമോ ഒരു പക്ഷെ ഇത്രമേൽ എളുപ്പമാക്കി കളഞ്ഞത് കാര്യങ്ങളെ? തീർച്ചയായിട്ടും. അതായത് അവിടുത്തെ സൂപ്രണ്ടിനൊന്നും അവിടെ യാതൊരു കൺട്രോളും ഇല്ല. എന്തിനു പറയുന്നു, UDF ഭരിക്കുന്ന സമയത്ത് പോലും ആൾമോസ്റ്റ് കുറെ നാൾ ആ സ്ഥിതിയിൽ തന്നെയായിരുന്നു. പിന്നീടാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം അവിടെ പോയതിനു ശേഷമാണ് അവിടെ കുറെ അധികം വ്യത്യാസങ്ങൾ വരുത്താൻ സാധിച്ചത്. അതിനു മുമ്പ് ഈ പറയുന്ന ജയിൽ ഉപദേശക സമിതി അംഗം അന്നും തുടർന്നിരുന്നു. അതിൽ ഈ പി ജയരാജന്റെ ഒക്കെ പേര് പലപ്പോഴായി ഉയർന്നു കേട്ട ഒരു പശ്ചാത്തലമുണ്ടല്ലോ സാർ.